ഹലോ ഗൈസ്, ഞാൻ നിങ്ങളെ എൻ്റെ ഒരു ദിവസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോട്ടെ. ഇത് എൻ്റെ അപ്പച്ചൻ്റെ വീടാണേ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 2025 ഡിസംബർ 30 ഞങ്ങൾ മുണ്ടംവേലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്ന് ഞങ്ങളുടെ പുണ്യാളന്റെ തിരുനാളാണ്. ഇതൊരു ഇമോഷണൽ കണക്ഷൻ ഉള്ളൊരു ഡേ കൂടിയാണ് കേട്ടോ. റിലീജിയസ് ആയിട്ട് പള്ളിയിൽ പോവുക അങ്ങനെ ചെയ്യാവുന്നതിനേക്കാൾ ഉപരി എന്നെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് എ ഡേ ടു മീറ്റ് ആർ ലവ്ഡ് വൺസ്, ബി വിത്ത് ദം, ഹാവ് ക്വാളിറ്റി ടൈം ആൻഡ് ഹാവ് ഗുഡ് ഫുഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അതിൻ്റെ പോരായ്മകൾ ഒരുപാട് ഉണ്ടാവും. ഇതിൻ്റെ ഓറിയൻറ്റേഷൻ പോലും ഇങ്ങനെയല്ല എന്ന് എനിക്കറിയാം. എന്നാലും ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് എനിക്കിത് പോസ്റ്റ് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് കുറവുകളൊക്കെ ക്ഷമിച്ചുകൊണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് വൈൻ അടിച്ചുകൊണ്ടാണ്. ഇത് കൊച്ചാപ്പ വീട്ടിലിട്ട വൈനാണ് കേട്ടോ. കൊച്ചാപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ. നല്ല അടിപൊളി മുന്തിരി മേടിച്ച് വേറെ കൂട്ടുകളൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയ നല്ല ശുദ്ധമായ മുന്തിരി വൈൻ. അപ്പം ഞങ്ങൾ മുന്തിരി വൈനൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ ചെയ്യുന്നത് ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും ചില കാര്യങ്ങളോട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവത്തില്ലേ? ചിലർക്ക് അത് ചില വ്യക്തികളായിരിക്കാം, ചില സ്ഥലങ്ങളായിരിക്കാം, ചില വസ്തുക്കളായിരിക്കാം. ഇനി എന്നെ പോലെയുള്ള ഭ്രാന്തന്മാർക്ക് അത് ചില ദിവസങ്ങളും ആവാം. അതുകൊണ്ട് തന്നെ ഡിസംബർ 30 എന്നുള്ളത് ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. എനിക്കും ഞാനിപ്പോൾ മുണ്ടംവേലിയിലായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക മുണ്ടംവേലിക്കാർക്കും അങ്ങനെ തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരിടത്ത് ബിരിയാണി വെക്കുന്ന പരിപാടി നടക്കുമ്പോൾ ഇവിടെ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടിയിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അലമ്പെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചിക്കാൻ പിടിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മകളാണ്. അവിടെയുള്ള ഡെക്കറേഷൻസ് എല്ലാം വലിച്ചു വാരി എല്ലാം കൂടി കളിക്കുന്ന കാഴ്ചയാട്ടോ നിങ്ങൾ കാണുന്നത്. നമ്മൾ ഫോൺ നോക്കാൻ പോലും മറന്നു എന്ന ചില പ്രത്യേക ദിവസങ്ങളില്ലേ, അതുപോലെ ഒന്നാണ് കേട്ടോ ഇന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാവരുടെയും പരിശ്രമ ഫലമായിട്ട് ഞങ്ങളൊരു തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കി. ഇതൊരു ഈസി പീസി ബിരിയാണിയാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അതിനെ ദം പൊട്ടിച്ചിട്ട് അയ്യോ അത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ വായിലിപ്പോൾ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. പിന്നെ പാത്രം കഴുകുന്ന ഒരു ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് ഞങ്ങൾ പേപ്പർ പ്ലേറ്റിലാട്ടോ വിളമ്പുന്നത്. കാരണം ഇത്രയും പേർക്ക് വിളമ്പി പാത്രമൊക്കെ കഴുകി റെഡിയായി പള്ളി പോകാമെന്ന് പറയുന്നത് ഒരു യമണ്ടൻ ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരിപാടി എളുപ്പമാക്കാനായിട്ട് നമ്മൾ പേപ്പർ പ്ലേറ്റിലാട്ടോ എടുക്കുന്നത്. ഇവിടെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും പണിയെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും നമ്മളെല്ലാവരും ഒന്നിച്ചാട്ടോ ചെയ്യുന്നത്. നമ്മളെ ഇത്രയും പേരല്ല കേട്ടോ, കുറച്ച് പേരും കൂടി ഉണ്ട്. ഡിസംബറൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കല്ലേ, ക്രിസ്മസും പെരുന്നാൾ ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് ലീവിൻ്റെ കുറച്ച് വിഷയമുള്ള കാരണം എൻ്റെ അനിയത്തി പിന്നെ നമ്മുടെ ആൻറ്റിമാർ കുറച്ച് പേര് ജോലിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് വരാനുള്ളൊരു പരിപാടിയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ കുറച്ച് പേര് മിസ്സിങ് ആട്ടോ. എന്തൊക്കെയായാലും നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. അടിപൊളി ബിരിയാണിയായിരുന്നു. എല്ലാവരുടെയും ഫേഷ്യൽ എക്സ്പ്രഷൻ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇതൊന്നും ഞാൻ പറഞ്ഞ് പറയിപ്പിച്ചല്ല കേട്ടോ, എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. എന്തായാലും ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഞാനും കഴിച്ചു കേട്ടോ. കുറച്ച് പീസും കുറച്ച് ചോറും സാലഡൊക്കെ എടുത്ത് കൂട്ടിക്കുഴച്ച് കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. നമ്മൾ വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് അതിൻ്റെ ആ ഒരു രുചി ഇച്ചിരി കൂടി നിൽക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റെഡിയായി കുട്ടപ്പനും കുട്ടപ്പിമാരുമായിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ്. ഇനി പോകുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടന്നാട്ടോ പോകുന്നത്. അന്നത്തെ ദിവസം ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഈ മുണ്ടംവേലി എന്ന് പറയുന്നത് കൊച്ചിയിൽ അടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുണ്ടംവേലിയിലേക്ക് പോകുന്ന ആ ഒരു വഴിയിലെ ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. പുഴകളും ചെമ്മീൻ കെട്ടുകളൊക്കെ ഉള്ള നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേര സമയത്ത് കൂട്ടം കൂടി വർത്താനം പറഞ്ഞ് ലാത്തി അടിച്ച് ഇങ്ങനെ നടന്നു പോകാനായിട്ട് അടിപൊളി വൈബാണ് കേട്ടോ. അതാണ് ഈ പള്ളിപ്പെരുന്നാൾ ദിവസത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മളെല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഫോട്ടോ എടുത്തൊക്കെ ഇങ്ങനെ നടന്ന് പള്ളിയിലേക്ക് പോകും. അപ്പോൾ എൻ്റെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഈ കുഞ്ഞു കുരങ്ങനെ പോലെ ഒരു കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിൽ നിന്ന് ചാടുന്ന പോലെ കൊച്ചിൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരുടെയൊക്കെ അടുത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും വർത്താനം പറഞ്ഞ് നേരെ പള്ളിയിലേക്ക് പോവാണ്. പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പള്ളിയുടെ അകത്തൊന്ന് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ നമ്മൾ പോകുന്നത് നേരെ മാനാശ്ശേരിയിലേക്കാണ്. മാനാശ്ശേരി എന്ന് പറയുന്നത് മുണ്ടംവേലി പള്ളിയിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട്. ഇനി നടക്കുന്ന വഴിയെല്ലാം ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ വേറൊരു വൈബാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ. ഒരു കൂറ്റൻ പപ്പാഞ്ഞിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഗ്രാമപഞ്ചായത്തിൻ്റെ ഏരിയയിൽ വരുന്ന ഒരു സ്ഥലമാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ നമ്മൾ അവിടെ പോകുന്ന വഴിക്ക് നമുക്ക് പരിചയമുള്ള കൂട്ടുകാരെയും നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ കാണും. എല്ലാവരോടും വർത്താനം പറഞ്ഞാട്ടോ നമ്മളിവിടെ എത്തുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് മാനാശ്ശേരിയിൽ എത്തിക്കഴിഞ്ഞാൽ നടന്ന് ഈ കൽപ്പടകൾ കയറി ആ കടലിലേക്ക് ഒരു നോട്ടം നോക്കിയില്ലെങ്കിൽ ഒരു രസവും ഇല്ല.
അങ്ങനെ കടപ്പുറത്ത് കയറി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയം കൊണ്ട് പ്രദക്ഷിണം വരാനുള്ള സമയമാവും രൂപവും കൊണ്ട്. പുണ്യാളൻ്റെ രൂപവും കൊണ്ട് പ്രദക്ഷിണം ഇങ്ങ് വരും. ഇനി നമ്മൾ കാണുന്നത് പരിചമുട്ട് കളിയാണ്. ഇത് മറ്റുള്ള സ്ഥലത്ത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മളുടെ ഇവിടെ പെരുന്നാൾ ദിവസങ്ങളിൽ പരിചമുട്ട് കളി ഈസ് എ മസ്റ്റ്. പരിചമുട്ടി കളി കഴിഞ്ഞാൽ ഇനി രൂപം വരാനുള്ള സമയമാണ്. ഇനി രൂപം പ്രദക്ഷിണമായിട്ട് നേരെ പള്ളിയിൽ തിരിച്ചെത്തുന്ന സമയം കൊണ്ട് നമ്മൾ നടന്ന് പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് നേരം നമ്മൾ കറങ്ങി നടക്കും. നമുക്ക് മേടിക്കാനുള്ള കുറച്ച് പള്ളി പെരുന്നാൾ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ, അതെല്ലാം മേടിക്കും. എന്തേലൊക്കെ മേടിച്ച് കുറച്ചും കഴിച്ചൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി കൂട്ടം കൂടി നടക്കും. ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ലേ, ഞങ്ങൾ മുണ്ടമ്പേലിക്കാർക്ക് ഈ പള്ളിപ്പെരുന്നാൾ ഭയങ്കര സ്പെഷ്യലാണെന്ന്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ജോലിയുടെ ആവശ്യത്തിനും അല്ലെങ്കിൽ വീട് മാറി വേറെ സ്ഥലത്തൊക്കെ വീട് വെച്ച് താമസിക്കുന്നവർ പോലും ഈ പള്ളിപ്പെരുന്നാൾ ദിവസം പള്ളിയിലെത്തും കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൂടി മീറ്റ് ചെയ്യാനുള്ള ഒരു ഡേ കൂടിയാണ്. പിന്നെ എൻ്റെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ പറ്റാവുന്നത്രയും ടോയ്സൊക്കെ മേടിച്ച് ബാഗ് എടുക്കാൻ മറന്നുപോയതുകൊണ്ട് ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിൽ അതെല്ലാം ഇടുന്നുണ്ട്. ഇനി പ്രദക്ഷിണമായിട്ട് പുണ്യാളന്റെ വരവാണ്. അതിനു വേണ്ടിയിട്ട് പള്ളിമുറ്റത്ത് നമ്മൾ നടുവിൽ ഒരു വഴിയിട്ട് രണ്ട് വശങ്ങളിലായിട്ട് ആളുകൾ എല്ലാവരും കൂടി നിൽക്കും. പരിചമുട്ട് കളി, ചിങ്കാരി മേളം, ചെണ്ടകൊട്ട്, ബാൻഡ് സെറ്റ്, ഇതിന്റെ എല്ലാം അകമ്പടിയോടെ പുണ്യാളന്റെ ഒരു വരവുണ്ട്. മുണ്ടവേലിയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊരി എറിഞ്ഞുകൊണ്ടാണ് കേട്ടോ പുണ്യാളനെ വരവേൽക്കുന്നത്. ഒരു പിടി പൊരി കയ്യിൽ വാരിയെടുത്ത് പുണ്യാളനെ സ്വീകരിക്കാനായിട്ട് അങ്ങനെ ഞങ്ങളും തയ്യാറായി. പുണ്യാളന്റെ രൂപം പള്ളിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം പഴയപടി റെസ്യൂം ചെയ്യാണ് പതിവ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങളുടെ മുണ്ടംവേലി വീട്ടിലേക്കാണ്. ഇത് നമ്മളുടെ ഏറ്റവും അടുത്ത റിലേറ്റീവിൻ്റെ വീടാണ് കേട്ടോ. അവിടെ ചെന്ന് എല്ലാവരും കൂടി കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്ത് വർത്താനമൊക്കെ പറയുന്ന സമയം കൊണ്ട് മോളി ആൻറ്റിയും സിൽവി ആൻറ്റിയും കൂടി ഉണ്ടാക്കിയ അപ്പം, ഉണ്ണിയപ്പം, അച്ചപ്പം, ചായ ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരും കേട്ടോ. ഇതെല്ലാം നമ്മൾ കഴിച്ച് അവരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ നമ്മൾ തിരിച്ച് പള്ളിയിലേക്ക് പോവുക. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ പള്ളിയിലെത്തിയപ്പോൾ ലൈറ്റ് ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത് കാണുന്നത്. ഇപ്പോൾ കുറേ റീൽസിലൊക്കെ കാണുന്നുണ്ട്, പുതിയ ട്രെൻഡിങ് ആയിട്ടാണ് തോന്നുന്നു അല്ലേ. എന്തായാലും അടിപൊളിയായിരുന്നു, നേരിട്ട് കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. എവികുട്ടനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ആള് കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം വെച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചു. എല്ലാവരും കൂടിയിട്ട് കുറച്ച് നേരം കൂടിയൊക്കെ ഇരുന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇങ്ങനെയാണ് എൻ്റെ ഡിസംബർ 30 ദിവസം സാധാരണഗതിയിൽ കടന്നു പോകാറ്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റിൽ പറയൂ. മിണ്ടി പറഞ്ഞിരിക്കാനായിട്ട് അടുത്ത ദിവസം വരാം. ബൈ ഫ്രം ടെസു ടോക്സ്.